ഹലോ, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മേളിലത്തെ ബന്ദിയാണിത്. ബന്ദി കൃഷി ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാമെന്ന് വെച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു പൂ ഞാൻ മേളിലിങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ കടയിൽ വന്ന തൈയുടെ ബാക്കി വന്ന കൊള്ളില്ല തൈ വരില്ല, അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയി നട്ടു നോക്കിയതാണ്. പക്ഷേ ഒരു വളവും വേറെ ചെയ്തിട്ടില്ല, വെറുതെ നമ്മൾ മണ്ണിൽ നട്ടിട്ടുള്ളൂ. എന്നിട്ട് പോലും അതിൻ്റെ പൂക്കൾ നോക്കിയപ്പോൾ അത് വെയിറ്റ് താങ്ങാണ്ട് കാറ്റ് വന്ന് പൊടിഞ്ഞു പോയൊരു പൂ നോക്കി. അതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ ഒന്നുമില്ല, കണ്ട മൊത്തം വിരിഞ്ഞൊരു ഉണ്ട പോലെ, ശരിക്കും ഒരു ബോൾ പോലെ നമ്മുടെ പൂവ് കണ്ട. എല്ലാ പൂക്കളും തട്ടും. അപ്പം ഇത് നോക്കുമ്പോൾ അറിയാൻ കണ്ട ഇതിൻ്റെ ഇനി ഇവിടെ, പക്ഷെ അപ്പോൾ ഇതും ഇതുപോലെ വിരിഞ്ഞ് ഫുള്ളാവും. അത് തന്നെയല്ല, കാറ്റ് വന്നിട്ട് മേളിലെ കാറ്റ് വന്നിട്ട് എല്ലാം ഒടിഞ്ഞു പോകണേ. അപ്പം നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയാണ്, നല്ല പച്ചയും മഞ്ഞയായിട്ട് നല്ല അടിപൊളി. ആദ്യമായിട്ടുണ്ട് ഇത്രയും വലിയ പൂ. നമുക്ക് ബന്ദി നമ്മൾ നടുവെങ്കിലും ഇത്രയും പൂ, ഇങ്ങനത്തെ ഒരു പൂ ആദ്യമായിട്ടുണ്ടായി കാണുന്നത്. അപ്പം നമുക്കൊരു സന്തോഷമായി. കാരണം ഒരു കൃഷി ചെയ്തതിനാൽ നമുക്ക് ഒരു ചെറിയൊരു വരുമാനം വേണേൽ നമുക്ക് ഇതിൽ നിന്ന് ആക്കാൻ പറ്റും എന്നുള്ളൊരു ഏകദേശം ഐഡിയ കിട്ടി. അപ്പോൾ ദേ കാറ്റ് വന്ന് ഒടിഞ്ഞു പോയത്. അപ്പോൾ ഞാൻ സ്കൂളിൽ പരിപാടിക്ക് ചോദിച്ചിട്ടില്ല ഇതുവരെ, ഇനി എന്താണെന്നറിയില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നട്ടാണ്. അപ്പോൾ ദേ ഉണ്ടോ നമ്മൾ ഒടിഞ്ഞു പോയത് പറിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ പറിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒന്നും ഇല്ലാണ്ട് വെറുതെ എടുത്ത് വെച്ചിട്ട് പോലും ഒത്തിരി ദിവസം ഞാൻ കാണിച്ചു തരാം. ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇത് ഉണ്ട്, ഇതെല്ലാം ഒടിഞ്ഞു പോയി. എനിക്ക് പക്ഷേ കഷ്ടമായിപ്പോയി. കാറ്റ് വന്നിട്ട് ഇതും എല്ലാം വിരിഞ്ഞ് അയ്യോടാ നിലത്തോട്ട് വിരിഞ്ഞ് തീർന്നിട്ടില്ല. ഒരു കയ്യിൽ വിട്ടുപോയി. പൂ നോക്കിക്കേ, ഇത് വലുതാ നോക്കിയേ. എന്താ ഇത് കയ്യിൽ പിടിക്കാൻ അതിൻ്റെ കടയൊന്നും കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ വർഷം ചെയ്യാത്തവരൊക്കെ പോട്ടെ, നമുക്ക് അടുത്ത വർഷം എന്തായാലും ഓണത്തിനൊന്ന് നോക്കണം. ഇതുപോലെ നമുക്ക് ഇത് നോക്കിയ ഒരു പൂ നോക്കിയ ഒരു പൂ തന്നെ ഉണ്ടാവും, എനിക്ക് തോന്നുന്നു 100 ഗ്രാമിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു വരുമാനമാണ്. അപ്പോൾ ഇതിൻ്റെ 2 കളർ ഞാൻ നട്ടാണ്, പക്ഷേ എൻ്റെ 2 കളറാണെന്ന് വെച്ച് നട്ടത്. കാരണം നമുക്കറിയില്ല, ലാസ്റ്റ് എല്ലാം പോയതിൻ്റെ ബാക്കി കടയിൽ വന്നതാണ്. അപ്പം ഇത്രയും പൂ നമുക്ക് കിട്ടി. ഇതൊക്കെ കണ്ട ഇതെല്ലാം അങ്ങനെ ആയിട്ടുണ്ട്, പക്ഷെ ഒന്നും നമുക്ക് കിട്ടുമെന്നറിയില്ല. ഇതെല്ലാം ഈ കാറ്റ് വരുമ്പോൾ എല്ലാം ഒടിഞ്ഞു പോകണേനും. പിന്നെ അതുപോലെ വേറെ കാര്യം കാണിച്ചു തരാം. നമ്മുടെ ടെറസിൻ്റെ മേളിലത്തെ നമ്മുടെ പീസിൽ കൃഷിയാണ് ഈ കാണുന്നത്. ഇത് നോക്കിയേ, തത്ത വന്ന് എല്ലാം കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനി നെറ്റിൻ്റെ അടിയിൽ ഒരെണ്ണം കിടപ്പുണ്ട്. ഇനി അറിയില്ല എങ്ങനെയാണ് തത്തയുടെ കാര്യം നമുക്ക് അറിയില്ല. അപ്പോൾ ഇതുണ്ട്, ഇവിടെയൊക്കെ നട്ടതിലെല്ലാം മുട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ തക്കാളിയുണ്ട്, ബന്ദിയുണ്ട്, എല്ലാവരും മിക്സ് ചെയ്ത് നട്ടേക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കണം, നമുക്കൊരു പൂക്കൃഷി ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ വേറെ സാധനം ടെറസിലുണ്ടായിരുന്ന കുഞ്ഞത് ഞാൻ കാണിച്ചിട്ടുണ്ടായി. ഇപ്പോൾ നോക്കി, അപ്പോൾ തത്ത വന്നാറ് ഞാൻ ഇതിനൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതന്നെ ചൊരക്കാണത്. ഇത്രയൊക്കെ ആയിട്ടുണ്ട്. കവറിൻ്റെ ഉള്ളിൽ ഇട്ടേനാണ് നമുക്ക് കുഞ്ഞു കൃഷി.